ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീനൊപ്പം പോകുന്നു പറഞ്ഞാണല്ലോ ഗാഥ മാഡം ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഗാഥ എന്നെ വിളിച്ചിരുന്നു, ഒന്നിച്ചൊരു ഔട്ടിങ്ങിന് പോവാന്നും പറഞ്ഞു. പക്ഷേ ഞാൻ അയാളെ കാത്തുനിന്നിട്ട് അയാൾ വന്നില്ല. ഞാൻ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. അയാൾ പ്രോഗ്രാം ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്ന കരുതി ഞാൻ തിരിച്ചു വന്നു. അല്ലെങ്കിൽ ഭാര്യ വീട്ടിലെ കള്ളച്ചോറുണ്ട് കഴിയുന്ന ഒരു അച്ഛന്റെ മോക്ക് ഇതിനേക്കാളൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. മോള് പറയുന്നതൊക്കെ ശരിയാ. ഒരു നാണവും മാനവും ഇല്ലാത്ത ജീവിതവും അച്ഛൻ്റെ. കുറഞ്ഞ ശമ്പളത്തിന് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകാന്ന് വെച്ചാൽ നിന്റെ അമ്മ അത് സമ്മതിക്കില്ല. കൂടിയ ശമ്പളമുള്ള ജോലിക്ക് അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയും വിവരമൊന്നും എനിക്കില്ല. മതി, അച്ഛന്റെ പഴംപുരാണം കേട്ടു നിൽക്കാൻ എനിക്ക് സമയമില്ല. ഇവിടെ ആര് സമ്മതിച്ചില്ലെങ്കിലും നവീനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇനി അതിനു വേണ്ട കാര്യങ്ങള് ഒറ്റയ്ക്ക് ചെയ്യാൻ എന്റെ തീരുമാനം. എന്നെ കൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ ദൈവമേ, ഇന്നും ഈ ഡ്രസ് തന്നെയാണോ? നിനക്കെന്താ ഇതിനോട് ഇത്ര കമ്പം? ചിരിക്കണ്ട ചിരിക്കണ്ട. ഇതേ നമ്മളന്ന് മങ്കൊമ്പിലെ ഉത്സവത്തിന് പോയപ്പോ എടുത്തതല്ലേ? അന്ന് കണ്ടവരൊക്കെ പറഞ്ഞു കൃഷ്ണമോള് എന്ത് സുന്ദരി ചെയ്തിട്ടെന്ന്. അന്ന് തുടങ്ങിയതാ ഏത് നേരവും ഇതിട്ടോണ്ടുള്ള നടത്തം. പക്ഷേ പറഞ്ഞവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇതിടുമ്പഴേ നല്ല സുന്ദരിയ. ഇതെന്താ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ മിണ്ടാത്തെ? ഇതിപ്പോ എന്താ ചെയ്യാ? അവള് വന്ന് മുന്നിൽ നിക്കണ മാതിരി തോന്നുക. അവളുടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കണം. ഒന്ന് വിളിച്ചേക്കാം. ഇതെന്താ ഫോണിൽ കിട്ടാത്തെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്റെ ഈശ്വര, കാത്തോളണേ. സിദ്ധം വിചാരിച്ചാല് കാര്യം നടക്കും അല്ലേ? നടക്കാതെ പിന്നെ ഇവിടെ ആരൊക്കെയാ വരുന്നതെന്ന് അറിയോ? വലിയ വലിയ പോലീസ് ഉദ്യോഗസ്ഥര്, മന്ത്രിമാര്, ബിസിനസ്സുകാര്. സിദ്ധനൊരു കാര്യം പറഞ്ഞാലേ അച്ചട്ട. ദക്ഷിണ എന്താ കൊടുക്കേണ്ടത്? കയ്യിലുള്ളതിൽ വിലപിടിച്ചത് എന്താണോ അത് കൊടുക്കും. വരൂ. ഓം കാളിഭദ്രകാളി നമോസ്തുതേ. ഓം കാളിഭദ്രകാളി. പണ്ട് പുരാണകാലത്ത് ദേവന്മാരെ മയക്കിയെടുക്കാൻ അപ്സരസ്സുകൾ ഉപയോഗിച്ചിരുന്ന അപൂർവ ചൂർണമാണിത്. ആരെയാണോ മനസ്സിൽ ഉദ്ദേശിച്ചത് പാലിൽ കലക്കി ഇത് അയാൾക്ക് കൊടുക്കുക. അയാള് പിന്നെ നിന്നെ വിട്ടു പോവില്ല, നിശ്ചയം. എന്റെ ആഗ്രഹം സാധിച്ചാ ഞാൻ വീണ്ടും വരും. നിനക്ക് വന്നേ പറ്റൂ. കാരണം നിന്റെ ആഗ്രഹം സാധിക്കുമെന്നത് ശിലയിൽ കൊത്തിയതുപോലെ ഉറച്ച കാര്യമാണ്. ദക്ഷിണ
അവിടെ വെച്ചോളൂ. എല്ലാം അമ്മയ്ക്കുള്ളതാണ്. പോകാം. എല്ലാം മംഗളമാവട്ടെ. ഗാഥാ മാഡത്തിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. നവീന്റെ കൂടെ പോയിരിക്കുന്നതുകൊണ്ട് സിതാര മാം ആകെ ടെൻഷനിലായിരിക്കും. മാം വിളിക്കുമ്പോ ഞാൻ എന്ത് പറയാനാ? നവീന്റെ ഫോണിലൊന്ന് വിളിച്ചു നോക്കാം. ഗുഡ് മോർണിംഗ് സിനി. നവീൻ, ഗാഥാ മാഡത്തിനൊന്ന് ഫോൺ കൊടുക്കൂ. അതിന് ഗാഥ എൻ്റെ കൂടെ ഇല്ലല്ലോ. നവീൻ, തമാശ കളിക്കല്ലേ? ഞാൻ കുറെ നേരമായിട്ട് ഗാഥാ മാഡത്തിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, കിട്ടുന്നില്ല. സിനി, ഞാൻ എൻ്റെ വീട്ടിലാ. നവീനൊപ്പം പോകുന്നു പറഞ്ഞാണല്ലോ ഗാഥാ മാഡം ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഗാഥ എന്നെ വിളിച്ചിരുന്നു, ഒന്നിച്ചൊരു ഔട്ടിങ്ങിന് പോവാന്നും പറഞ്ഞു. പക്ഷേ ഞാൻ അയാളെ കാത്തുനിന്നിട്ട് അയാൾ വന്നില്ല. ഞാൻ വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. അയാൾ പ്രോഗ്രാം ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതി ഞാൻ തിരിച്ചു വന്നു. സിനി, ഞാൻ അങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? വേണ്ട നവീൻ. ഓക്കെ, എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ എന്നൊന്ന് വിളിക്കും. ഓക്കെ. എവിടെ പോയതായിരിക്കും ഈ ഗാഥാ മാഡം? ഹലോ. ഹലോ, തൻവി അല്ലേ? യെസ്. ഞാൻ നവീൻ ഗോപാൽ വർമ്മ. മനസ്സിലായോ? ഓ, മനസ്സിലായി മനസ്സിലായി. തൻ്റെ നമ്പർ എനിക്ക് ഗാഥ തന്നിരുന്നത്. അയാളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തൻ്റെ കൂടെ ഉണ്ടാവാനാ ചാൻസ് എന്ന് പറഞ്ഞു. ഓ, അപ്പൊ ഇപ്പൊ ഗാഥയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? ഇന്ന് രാവിലെ ഞാൻ വിളിക്കുമ്പോൾ മുതൽ ഗാഥയുടെ മൊബൈൽ സ്വിച്ച് ഓഫാ. ഗാഥ വീട്ടിലും ഇല്ല. അയാൾ എവിടെയായിരിക്കുന്ന തൻവിക്ക് വല്ല ഐഡിയ ഉണ്ടോ? എടോ, എല്ലാവരും നല്ല ടെൻഷനില്ല. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ ചിരിച്ചത്. എന്റെ പൊന്നു മാഷെ, കുറെ ദിവസങ്ങളായില്ലേ നിങ്ങൾ ഒന്നിച്ചു നടക്കുന്നു. എന്നിട്ട് ഗാഥ ഇതുവരെ മനസ്സിലായില്ലേ? ഇത് അവളുടെ സ്ഥിരം പരിപാടിയാ. അവള് കുറെ നേരം എല്ലാവരും വട്ടം ചുറ്റിക്കും. എന്നിട്ടിതാ പടയെന്നും പറഞ്ഞ് മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടും. എനിക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസാ. സത്യത്തില് ഗാഥയെ വിളിച്ച് കിട്ടാതായപ്പോ ഞാനും ശരിക്കും ടെൻഷനായി. അതങ്ങ് വിട്ടേക്ക്. അവളിനി എന്തൊക്കെ കാണിക്കാൻ കിടക്കുന്നു. എന്നാ ഓക്കെ. ഓക്കെ. എന്തായിരിക്കും ഗാഥയുടെ സർപ്രൈസ്? ഗാഥയെ കുറിച്ചുള്ള ഈ അന്വേഷണം ഞാൻ നിർത്തിത്തരാം. അതിനുള്ള വഴി എന്റെ കയ്യിലുണ്ട്. എന്റെ സുനന്ദേ, നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. ഗോപാലട്ട ഇതിലും വൈകിയല്ലേ വരാറുള്ളത്? ആ പെൺകുട്ടിയും കൂടി ഉണ്ട് ജലജെ. അവളുടെ കാര്യം ഒരു ടെൻഷൻ. എന്ത് ടെൻഷൻ?